അപ്പോൾ സംസ്ഥാനത്ത് വ്യാപക മഴയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയാണ് നിലനിൽക്കുന്നത്. മഴ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. മരം കടപുഴകി വീണും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും വിവിധയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അതിരപ്പള്ളി പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2 ഷട്ടറും ഇടുക്കി കല്ലാർകുട്ടി ഡാമിന്റെ 1 ഷട്ടറും ഉയർത്തി. മഴ ശക്തമായി ഇടുക്കി ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ചു. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് യാത്രയ്ക്ക് നിരോധനം ഉള്ളത്. മൂന്നാർ പള്ളിവാസലിന് സമീപം പാറക്കല്ല് റോഡിലേക്ക് പതിച്ചു. പത്തനംതിട്ട അരയാഞ്ഞിലി മണ്ണ് കോസ്വേയിൽ വെള്ളം കയറിയതോടെ പ്രദേശം ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് 24 പ്രതിനിധികൾ ഇപ്പോൾ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ വിജയനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. രാഹുൽ, ഇടുക്കിയിൽ രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെയുണ്ടല്ലോ. ഈ കട്ടപ്പന മേഖലയിൽ ഹൈറേഞ്ചിലൊക്കെ വലിയ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് ശമനമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, ഇടുക്കിയിൽ എല്ലായിടത്തും തന്നെ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴും പറയാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നേരിയൊരു തോർച്ചയുണ്ട്, പക്ഷേ അല്പസമയം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. രാവിലെ മുതൽ അങ്ങനെ ആയിരുന്നില്ല. ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. പലയിടങ്ങളിലും മരം റോഡിലേക്ക് മറിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടിരുന്നു. പക്ഷേ അതൊക്കെ ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാർ മേഖലയിലാണ് കൂടുതൽ ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ദേവികുളം ഭാഗത്താണ് 3 ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായത്. ആർക്കും അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാമിന്റെ 1 ഷട്ടർ തുറന്ന് നിയന്ത്രിത അളവിൽ വെള്ളം മുതിരപ്പുഴയാറിലേക്ക് ഒഴുക്കുകയും ചെയ്തിട്ടുണ്ട്. മുതിരപ്പുഴയാറിന്റെ പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടപ്പന കുട്ടിക്കാനം റോട്ടിൽ ആലടിക്ക് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ ഗതാഗതം ഇപ്പോൾ അവിടെ നിരോധിച്ചിരിക്കുകയാണ്. മാത്രമല്ല രാത്രി യാത്രയ്ക്കും നിരോധനമുണ്ട്. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഈ റോഡ് അരികിലൊക്കെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ കാഴ്ച കാണാൻ വേണ്ടി നിൽക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയിൽ അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം അവസ്ഥ പിന്നെയും ഉണ്ടായാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ രാത്രിയാത്ര പരമാവധി ഒഴിവാക്കുക. കൂടാതെ ഇത്തരം സ്ഥലങ്ങളിൽ നിൽക്കുന്നത് കൂടി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇടവിട്ട് ശക്തമായ മഴ ഇപ്പോഴും ഹൈറേഞ്ചിലും അതുപോലെ തന്നെ ലോ റേഞ്ചിലും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, ശരി രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ജില്ലയിലൂടെ യാത്ര ചെയ്യുന്നവർ ഓർക്കുക, രാത്രിയാത്രാ നിരോധനമുണ്ട്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെ യാത്രയ്ക്ക് നിയന്ത്രണമുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലൂടെ യാത്ര ചെയ്യുന്നവർ ഓർക്കുക. ഇടുക്കിയിലെ ഈ രാത്രിയാത്രാ നിരോധനം സംബന്ധിച്ച് പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ അറിയിക്കുന്നുണ്ട്. ശൂരനാട് മഴ ശക്തമായി എന്ന് അബ്ദുൾ സലാം ഇപ്പോൾ പറയുന്നു. കോട്ടയത്തെ കനത്ത മഴയെക്കുറിച്ച് സജി എബ്രഹാം അറിയിക്കുന്നുണ്ട്. ഒപ്പം പല അക്കൗണ്ടുകളിൽ നിന്നായി ഈ മഴ സംബന്ധിച്ച് വിവരങ്ങൾ വരുന്നുണ്ട്. കാസർഗോഡ് ഹെവി റെയിനാണ് എന്ന് പറയുന്നുണ്ട്. ഫൈസൽ പറയുന്നുണ്ട് വയനാട്ടിലും ശക്തമായ മഴ തുടരുന്നു. ഇങ്ങനെ സംസ്ഥാനത്ത് ഉടനീളം ശക്തമായ മഴയാണ്. നമ്മൾ മലബാർ ജില്ലയിലെ സാഹചര്യം പരിശോധിക്കും. സമീർ സിംഹം എന്നാണ് ഇപ്പോൾ ചേരുന്നത്. സമീർ, കോഴിക്കോട് കഴിഞ്ഞ ദിവസം മുതൽ ശക്തമഴയായിരുന്നു. പൊതുവിൽ മലബാറിലെ സാഹചര്യം എങ്ങനെയാണ് സമീർ? ഉന്മേഷ്, മലബാറിലും ശക്തമായ മഴ തന്നെയാണ്. പ്രധാനമായും കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. താരതമ്യേന വയനാട്, മലപ്പുറം ജില്ലകളിൽ നഷ്ടം കുറവാണ്. പ്രധാനമായും ഈ വീടുകൾ ഇടിഞ്ഞുണ്ടായിട്ടുള്ള അപകടങ്ങളാണ്. കാസർഗോഡ് ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും 2 വീടുകൾ തകർന്നിട്ടുണ്ട്. കോഴിക്കോട് 3 വീടുകളാണ് തകർന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ആളപായമില്ല എന്നുള്ളതാണ് വലിയ ആശ്വാസം നൽകുന്ന കാര്യം. കാസർഗോഡ് കുന്നുമൽ രാഘവന്റെ വീടാണ് തകർന്നിരിക്കുന്നത്. കരിന്തളത്ത് ആണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത്. അതുപോലെ തന്നെ നീലേശ്വരത്തും ഒരു വീട് തകർന്നിരിക്കുന്നു. ചെമ്മാക്കര വളപ്പിൽ നാരായണിയുടെ വീടാണ് തകർന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലും 2 വീടുകൾ തകർന്നിരിക്കുന്നു. പാനൂർ, പന്നിന്നൂർ എന്നിവിടങ്ങളിലാണ് തെങ്ങ് വീടുകൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണുള്ളത്. കോഴിക്കോട് ജില്ലയിലും വീടുകൾ തകർന്നിരിക്കുന്നത്. പ്രധാനമായും അതിൽ ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് നാദാപുരത്താണ്. ഈയങ്കോടാണ് വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇരുനില വീട് അമ്പാടെ തകരുന്ന ഒരു സാഹചര്യമായിരുന്നു. ശക്തമായ മഴയെ തുടർന്നാണ് ഇത്തരമൊരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഫറൂഖിൽ ഒരു വീടിന്റെ ഭിത്തി തകർന്നിട്ടുണ്ട്. എന്നാലും വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള നാശനഷ്ടം തുടരുന്നുണ്ട്. കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള
നാശനഷ്ടവും വ്യാപകമാണ്. പ്രധാനമായും താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ മാവൂർ മേഖലയാണ്. വാഴകൾ വലിയ രീതിയിൽ നശിച്ചിരിക്കുന്നു. വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഈ വിധത്തിൽ മഴ തുടരുകയാണ് എങ്കിൽ അതിന്റെ ചീഞ്ഞു പോകുന്ന ഒരു നാശനഷ്ടം ഉൾപ്പെടെ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്, രാവിലെ മുതൽ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും സന്ധ്യയോടുകൂടെ മഴ ശക്തമായ ഒരു കാഴ്ചയാണ് നമുക്ക് വയനാട്ടിൽ നിന്നത്. വയനാട്ടിലെ കോട്ടത്തറ, വണ്ടിയമ്പറ്റ പാടശേഖരങ്ങളിലേക്ക് ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അവിടെ വെള്ളം കെട്ടിക്കിടന്നാൽ വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടാകും. മലപ്പുറം ജില്ലയിലേക്ക് വരികയാണ് എങ്കിൽ മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ള ഒരു നാശനഷ്ടം എന്ന് പറയുന്നത് മലപ്പുറം വളാഞ്ചേരി റോഡിൽ ആൽമരം പൊട്ടി വീണാണ് അപകടമുണ്ടായത്. കൂടുതൽ ഇലക്ട്രിക് പോസ്റ്റുകളും അതുപോലെ തന്നെ അവിടെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അവയ്ക്കൊക്കെ തന്നെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഏറ്റവും ഒടുവിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം അനുസരിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും റെഡ് അലേർട്ടാണ്. അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഒപ്പം കോഴിക്കോടും അതുപോലെ തന്നെ വയനാട് ജില്ലയിലും ഓറഞ്ച് അലേർട്ടാണ്. ശക്തമായ മഴയുടെ മുന്നറിയിപ്പുമുണ്ട്. എന്തായാലും മഴ ഇപ്പോഴും തുടരുകയാണ്. നാശനഷ്ടങ്ങൾ തുടരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വടക്കൻ കേരളത്തിൽ കനത്ത മഴ എന്നാണ് സമീർ സി മുഹമ്മദ് ഇപ്പോൾ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ ശിവനന്ദ പറയുന്നുണ്ട്, എടോ തൃശ്ശൂർ പിന്നെ വെയിലാണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇവിടെ എല്ലാം ഇടത്തും മഴയുണ്ടെന്ന് പറഞ്ഞു, തൃശ്ശൂരിനെ പരാമർശിച്ചില്ല. അപ്പോഴാണ് ആ പ്രതികരണം വരുന്നത്. സൂരജ് സജ്ജിയുണ്ട് ഇപ്പോൾ തൃശ്ശൂർ വിവരങ്ങളായി. സൂരജ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിന്നൽ ചുഴലി ഉൾപ്പെടെ ഉണ്ടായ മേഖലകളുണ്ടല്ലോ തൃശ്ശൂർ ജില്ലയിൽ. നിലവിൽ ജില്ലയിലെ സാഹചര്യം എന്താണ് സൂരജ്? ഉന്മേഷ്, ഇന്ന് പകൽ മുഴുവൻ തൃശ്ശൂരിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് മലയോര മേഖലയിലടക്കം അനുഭവപ്പെട്ടത് വലിയ രീതിയിലുള്ള മഴയാണ്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഈ അതിരപ്പള്ളി വനമേഖലയിലടക്കം തുടരുന്ന കനത്ത മഴയെ തുടർന്ന് ഈ പെരിങ്ങൽകുത്ത് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 2 ഷട്ടറുകൾ 20 മീറ്റർ വീതം തുറന്നിരിക്കുന്നത്. 423 അടിയാണ് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ജലസംഭരണം. അത് 1 അടി കൂടി ഉയർന്നു കഴിഞ്ഞാൽ അത് ഡാമിന്റെ മുഴുവൻ സംഭരണ ശേഷിയിലേക്ക് എത്തും. അതുകൊണ്ടാണ് 2 ഷട്ടറുകൾ തുറന്ന് ഈ രാത്രിയാണെങ്കിൽ പോലും വെള്ളം ഒഴുക്കിക്കളയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടവും ഡാം അധികൃതരും എത്തിയത്. എന്തായാലും ചാലക്കുടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. അതോടുകൂടി ഇപ്പോൾ ഈ നിമിഷം വരുന്ന ഏറ്റവും പുതിയ അലേർട്ട് അസുരൻകുണ്ട് ഡാമിന് കൂടി 1ാം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 8.50 മീറ്ററിനോടടുത്ത് വെള്ളത്തിന്റെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇത് 8.80 മീറ്റർ ആയി ഉയർന്നു കഴിഞ്ഞാൽ ഈ അസുരൻകുണ്ട് ഡാം തുറക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കരയിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. കുന്നംകുളത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും വിവിധ മേഖലകളിൽ കനത്ത മഴയും അതോടൊപ്പം തന്നെ കാറ്റുമാണ് ഈ കുന്നംകുളത്തും ഗുരുവായൂരിലും അനുഭവപ്പെട്ടത്. കുന്നംകുളത്ത് പലയിടങ്ങളിലും ഈ മരങ്ങൾ മറിഞ്ഞു വീണതിനെ തുടർന്ന് വൈദ്യുത ബന്ധമടക്കം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രമുറ്റത്ത് നിന്ന് ഒരു മരം മറിഞ്ഞു വീണതിനെ തുടർന്ന് നോർത്ത് പറവൂർ സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട്. തലക്കാണ് പരിക്കേറ്റത്. അങ്ങനെ തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴയിൽ മരം മറിഞ്ഞു വീണതിനെ തുടർന്നുള്ള അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ റൂറൽ പരിധിയിലും അതുപോലെ തന്നെ നഗരപരിധിയിലും എല്ലാം തന്നെ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഉന്മേഷ്, സൂരജ് സജിയാണ് തൃശ്ശൂരിലെ വിവരങ്ങൾ നൽകിയത്. അവിടെ പകൽ സമയത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നെന്നാണ് അറിയിക്കുന്നത്. പല മേഖലകളിൽ നിന്നാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ കൊടുങ്ങല്ലൂരിൽ നല്ല മഴയാണ് എന്ന് അതുൽ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലൊക്കെ മഴയുള്ള സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നു. മഹേഷ് വാഗമൺ, ഇടുക്കിയിൽ മഴ തകർത്തു പെയ്യുന്നുവെന്നാണ് പറയുന്നത്. അതിശക്തമായ കാറ്റുമുണ്ട് എന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് മഴയുടെ കാര്യം അറിയിക്കുന്നുണ്ട്. കോട്ടയത്തെ മഴയുടെ കാര്യം. എറണാകുളത്തും ശക്തമായ മഴ എന്ന് പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഏതൊക്കെ മേഖലകളിലാണ് ശക്തമായ മഴയുള്ളത്? ശ്യാം. ഉന്മേഷ്, ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷവും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. ജില്ലയുടെ എല്ലാ ഭാഗത്തും ഇന്ന് താരതമ്യേന ശക്തമായ മഴ തന്നെയുണ്ടായി. മഴയേക്കാൾ ഉപരിയായിട്ട് കാറ്റാണ് ഇന്ന് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. മൂവാറ്റുപുഴ, കുന്നത്തനാട് താലൂക്കുകളിലായി 3 വീടുകളുടെ മുകളിലേക്കാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ അപകടമുണ്ടായത്. ആർക്കും അപകടത്തിൽ പരിക്കില്ല. വീടിന് ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഭാഗത്തും റോഡുകളിലേക്ക് മരമൊടിഞ്ഞു വീണ അപകടമുണ്ടായിരുന്നു. അല്പസമയം മുമ്പ് ആലുവയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന 2 വാഹനങ്ങളുടെ മുകളിലേക്ക് തേക്കൊടിഞ്ഞു വീണ ഒരു അപകടമുണ്ടായി. അവിടെയും മരം വെട്ടി മാറ്റിയിട്ടുണ്ട്. ഉച്ചയോടുകൂടി സീപോർട്ട് എയർപോർട്ട് റോഡിൽ അപകടമുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ റോഡ് ഇടിഞ്ഞു താഴ്ന്ന ഒരു അപകടമുണ്ടായി. അങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാറ്റ് വരുത്തിയ നാശനഷ്ടങ്ങൾ വളരെ കൂടുതലാണ്. പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മലയോര മേഖലകളിൽ കൂടിയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ജില്ലയിൽ മഴക്കാലത്ത് ഉള്ളതാണ്. ഏതായാലും ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. നിലവിൽ ഇപ്പോൾ എറണാകുളം നഗരത്തിലടക്കം
മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ രാത്രിയോടുകൂടി വീണ്ടും ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നിലവിലുണ്ട്. ഏതായാലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലയുടെ എല്ലാ ഭാഗത്തും ഇന്ന് ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീകുമാറിന് ഇപ്പോൾ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്തിലേക്ക് പോകും മുൻപ് ഇപ്പോൾ കൊല്ലം കടക്കലിൽ വയോധിക താമസിച്ചിരുന്ന ഒരു വീടിന് മുകളിൽ മരം വീണു എന്നൊരു വാർത്ത വരുന്നുണ്ട്. 95 വയസ്സുള്ള സേതുകുട്ടിയമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് കൊല്ലത്ത് നിന്നൊരു വാർത്ത വരുന്നത്. ശ്രീകുമാറിലേക്ക് പോകുന്നു പത്തനംതിട്ടയിലേക്കാണ്. ശ്രീജിത്ത്, ഈ പന്തളത്തായിരുന്നുവല്ലോ മിന്നൽ ചുഴലിയൊക്കെ ഉണ്ടായത്. ഇപ്പോൾ എങ്ങനെയാണ് മഴ സാഹചര്യം ജില്ലയിൽ പൊതുവിൽ ശ്രീജിത്ത്? ഉന്മേഷ്, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം പത്തനംതിട്ട നഗരത്തിലാണ് നമ്മളുള്ളത്. നഗരത്തിൽ കാര്യമായ മഴയില്ല, പക്ഷേ മഴ പെയ്ത് തോർന്നൊരവസ്ഥയാണ്. ആകാശം ഇപ്പോഴും കാർ മേഘാവൃതം തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലയായിക്കോട്ടെ നഗരമേഖലകളായിക്കോട്ടെ ഉച്ച മുതൽ കനത്ത മഴ തന്നെയായിരുന്നു. തിരുവല്ലയിലൊക്കെ വാഹനം ഓടിച്ച് നമ്മൾ കടന്നു വരുന്ന വഴിക്ക് വാഹനം പലപ്പോഴും നിർത്തിയിടേണ്ട ഒരവസ്ഥ, അത്ര കണ്ട് ശക്തമായ മഴയായിരുന്നു ആ മേഖലയിൽ ഉണ്ടായിരുന്നത്. ഇത് കൂടാതെയാണ് ഏതാണ്ട് ഉച്ചയോടൊരു 3 മണിയോടുകൂടി ഒരു മിന്നൽ ചുഴലി എന്ന തരത്തിലേക്ക് പന്തളത്ത് ഇത്തരത്തിൽ കാറ്റ് വീശിയടിച്ചത്. ഏതാണ്ട് 10ലധികം വരുന്ന വൈദ്യുത പോസ്റ്റുകൾ തകർന്നു വീണിട്ടുണ്ട്. മരങ്ങൾ വീടിന് മുകളിലേക്ക് കടപുഴകി വീണു. ഇത് കൂടാതെയാണ് ഇലന്തൂരിൽ പ്രധാനപ്പെട്ട പാതയാണ്, തിരുവല്ല പത്തനംതിട്ട പാതയാണ്, റോഡിലേക്കാണ് ഒരു വൻമരം വീണിരിക്കുന്നത്. ഒരു വീട്ടിൽ നിന്നാണ് ആ വൻമരം കടപുഴകി വീണത്. ഇത് കൂടാതെ ചിറ്റാറിൽ മരം വീണ വീടും അതുപോലെ തന്നെ ഒരു ബൊലേറോ വാഹനവും തകരുന്ന ഒരു കാഴ്ച കണ്ടു. ഇത് കൂടാതെ തൊട്ടടുത്ത റാന്നി മേഖലയിൽ ഒരു കവുങ്ങ് സംസ്ഥാന പാതയിലേക്ക് ഒടിഞ്ഞു വീണു. ആ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. അങ്ങനെ ജില്ലയുടെ പല മേഖലകളിൽ ഇപ്പോഴും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. കാര്യമായ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ ഏതാണ്ട് ഓറഞ്ച് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള ജാഗ്രതകൾ വേണം. യെല്ലോ അലേർട്ട് മാത്രമാണുള്ളത് എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. രാത്രികാല യാത്രകൾക്ക് നിയന്ത്രണം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല, പക്ഷേ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ശബരിമല നട അല്പസമയം മുൻപാണ് തുറന്നത്. ഇവിടേക്ക് പോകുന്ന തീർത്ഥാടകരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മളെ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്. അരിയാഞ്ഞിലമണ്ണ കോസ്വേ പൂർണ്ണമായി മുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യത്തിൽ രാവിലെ പോകുന്ന സമയത്ത് ആ കോസ്വേയിൽ കാര്യമായ രീതിയിൽ വെള്ളമുണ്ടായിരുന്നില്ല, പക്ഷേ വൈകുന്നേരം ആ സ്കൂൾ വിദ്യാർത്ഥിനി ശ്രമകരമായി ആ രക്ഷിതാക്കൾക്കൊപ്പം ആ വെള്ളത്തിലൂടെ കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ പല മേഖലകളിലും വെള്ളം ഉയരുന്നുണ്ട്. പമ്പാ നദിയിലും അച്ചൻകോലാറ്റിലും ഒക്കെ വെള്ളം ഉയരുന്നുണ്ട്. ജാഗ്രത പാലിക്കണം, മഴക്കാലമാണ്, സൂക്ഷിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ജാഗ്രത തുടർന്നേ മതിയാകൂ. ഉന്മേഷ്. ശ്രീകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ ശക്തമായ മഴ അത് സംബന്ധിച്ച വിവരങ്ങളായിരുന്നു ശ്രീജിത്ത് ഇപ്പോൾ നൽകിയത്.